മറ്റ് കവലകളിലും വേദികളിലും സുവിശേഷം അറിയിക്കുന്ന യോഗങ്ങളിൽ വെച്ച് അധികമായി അടുത്തറിയുവാനും കർത്താവിൻ്റെ വേലയിൽ കർമ്മോജലമായി വളരെയധികം ആർജവത്വത്തോടെ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി അധികം അധ്വാനിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തനാണ്. എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ച ബഹുമാനനായ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് പകൽക്കാലവും ദൈവവചനം സംസാരിക്കുവാൻ ഈ സഭയിൽ ഇപ്രകാരം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവവചനത്തെ ഒരിക്കൽ കൂടെ ഓർക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിലൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വളരെ പ്രാർത്ഥനയോട് കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന അധികം ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിക്കേണ്ട കാലയളവാണ്. വളരെ പ്രതിസന്ധികൾ നേരിടുന്ന, പ്രശ്നങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അവിടങ്ങളിലായി ദൈവസഭകളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ കുടുംബങ്ങൾക്കും തലമുറകൾക്കും വഴിത്തിരിവിന് കാരണമായി തീരുമെന്നുള്ളതിനൊരു സംശയമില്ല. ഈ പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആദിമ നൂറ്റാണ്ടിൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിലും സഭകളിലൂടെ, കുഞ്ഞുങ്ങളിലൂടെ, വ്യക്തികളിലൂടെ പ്രവഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമെന്ന് ആരാഗ്രഹം ഉള്ളം കൊണ്ട് ആഗ്രഹിച്ചാൽ അവരോട് വ്യക്തമായി സംസാരിക്കുന്ന ഒരു യേശു കർത്താവ് ഇന്നിവിടെ രാത്രി വന്നിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരിയായി മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഈ ആലയം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവ തേജസ്സിന്റെ മേഘത്തിന്റെ കീഴിൽ കർത്താവ് നമ്മെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും? ദൈവത്തിൻ്റെ ആത്മാവ് ആകർഷിക്കാതെ ഒരു മനുഷ്യനും ദൈവാലയത്തിൽ വരാൻ പറ്റത്തില്ല. നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച കർത്താവിനെ ഒരിക്കൽ കൂടെ നന്ദിയുള്ള ഹൃദയമായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അല്പസമയത്തെ ദൈവവചന ചിന്തകൾക്കായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പത്രോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കും. മതി, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങൾ വ്യക്തമായി നമ്മോട് കർത്താവ് സംസാരിക്കാൻ, നാം വായിച്ച തിരുവെഴുത്തുകളെ ശക്തമായി പരിശുദ്ധാത്മാവ് തന്നെ വിചിന്തനം ചെയ്യുവാൻ, ഞങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വ്യാപരിക്കേണ്ടതിനായി, സ്വർഗീയ മഹത്വവും സ്വർഗീയ ശക്തി നമ്മുടെ മേൽ ഒരുമിച്ച് പരിവർത്തിക്കേണ്ടതിനായി ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ രാത്രി വ്യക്തമായി വചനത്തിലൂടെ സംസാരിക്കണമേ. ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ തകർന്ന മനസ്സുകളെ വിടിവിക്കാൻ, നുറുങ്ങിപ്പോയ സാഹചര്യങ്ങളെ പണിതെടുക്കാൻ, ഒരിക്കൽ കൂടി യേശുവിൻ്റെ ശബ്ദം എൻ്റെ കർണപടങ്ങളിൽ കേൾക്കുവാൻ ഈ രാത്രി ഞാൻ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ, വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ആ മഹത്വമുള്ള ശക്തി എൻ്റെ ഹൃദയങ്ങൾക്ക് അകത്തേക്ക് വരട്ടെ. ഹൃദയത്തെ തൊട്ടറിഞ്ഞൊരു അനുഭവം ഇന്ന് രാത്രി യേശു നമ്മുടെ ഹൃദയങ്ങളെ തൊടട്ടെ. ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവ്, ഈ ശക്തി പോരാ, കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ അമിത ബലം എൻ്റെ ഉള്ളിൽ പകരാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി എന്നെ തൊടണമേ എന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധാരയിൽ രുചി ചെറിവാ, ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധാരയിൽ രുചി ചെറിവാ, ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ, ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എൻ്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ, ഏതൊരാപത്തിലും
ഏതു നേരത്തിലും എനിക്കെന്നുമെന്തേ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെന്തേ ദൈവമത്രേ. മഹത്വമുള്ള കർത്താവേ, ഏത് സമയത്തും ഞങ്ങളുടെ അടുക്കൽ വരുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിലും ദൈവസഭയ്ക്കുള്ളിൽ ശക്തമായി ഞങ്ങളുടെ മേൽ പരിവർത്തിക്കുവാൻ, ഓരോ ഉള്ളങ്ങളെ സ്പർശിക്കുവാൻ, ഞങ്ങളുടെ വേദനകളെ അറിയുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി സ്പർശിക്കുന്നതിനായി ഉള്ളങ്ങളെ തൊടുന്ന രാത്രിയായി തീരട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള ശുശ്രൂഷകളെ നിയന്ത്രിക്കും. എല്ലാ മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയവായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ശക്തമായി ഇന്ന് രാത്രി മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും വന്ദനം ചെല്ലുന്നു. വളരെ പ്രാർത്ഥനയോടെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കും. നാം വായിച്ച തിരുവചന ഭാഗം അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ നമ്മൾ വായിച്ച തിരുവെഴുത്തുകൾ. നമുക്കറിയാം, വളരെ വ്യക്തമായി പത്രോസിൻ്റെ ലേഖനങ്ങളിലൂടെ പ്രത്യാശയെക്കുറിച്ചാണ് കൂടുതലായി യേശുവിനോട് കൂടെ നടന്ന യേശുവിൻ്റെ ജീവിതത്തിന് അനുഭവങ്ങളെ വ്യക്തമായി രുചിച്ചറിഞ്ഞ ശിഷ്യന്മാർക്ക് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ശിഷ്യന്മാർ യേശുവിനോട് കൂടെ നടക്കുമ്പോൾ യേശുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ചവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. യേശുവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയവരാണ്. ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളെന്നാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ കണ്ടിട്ടല്ല ആരാധിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യക്തി ചോദിക്കാനിടയായി തീർന്നു, നിങ്ങളുടെ ആലയങ്ങളിൽ വന്നാൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ വേറൊന്നും കാണുന്നില്ലല്ലോ, പുറകോട്ട് നോക്കിയാലും വേറെ ഒന്നുമില്ല, ഒരു ചുമര് മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഒന്നും കാണാനില്ലല്ലോ? ഞങ്ങൾ ഇപ്പോൾ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ഞങ്ങളുടെ കർത്താവിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചല്ല ആരാധിക്കുന്നത്, ബിംബങ്ങളെ വെച്ചല്ല ആരാധിക്കുന്നത്, ഫോട്ടോ വെച്ചല്ല ആരാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അനുഭവിച്ചാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞത് കൊണ്ട് എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ രുചിച്ചറിഞ്ഞത് കൊണ്ട് ആ കർത്താവ് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ വീട്ടിനകത്തും എല്ലായിടത്തും ആ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പത്രോസിന് പറയാൻ പറ്റും, നിരവധി അനുഭവങ്ങളാണ് യേശുവിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത്. നിരവധി പാഠങ്ങൾ പത്രോസിന് യേശുവിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. കാരണം യേശു തൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ ശിഷ്യന്മാരെ പണിതെടുക്കുകയുണ്ടായിരുന്നു. 12 ശിഷ്യന്മാരല്ല യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നത്, വേറെ 70 പേര് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ആ 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യവുമായി അയക്കുകയാണ്. ശുശ്രൂഷകൾ നിർവഹിക്കാൻ ദൈവത്തിന് മനുഷ്യരെ ആവശ്യമാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവം മനുഷ്യനെയാണ് തിരഞ്ഞെടുക്കുന്നത്. പുതിയ വ്യക്തികളെ തിരഞ്ഞെടുത്താണ് കർത്താവിൻ്റെ ദൗത്യം വ്യക്തികളിലൂടെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ചില വ്യക്തികളെ ഈ സഭയ്ക്കകത്തും ദൈവം കണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില വ്യക്തികളെ കർത്താവ് അതിനായി തിരഞ്ഞെടുക്കുന്നതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളിൽ ഒരു ആത്മനിയോഗം ഇന്ന് രാത്രി നൽകുന്നതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് വ്യക്തികളെ, മനുഷ്യരെ തേടിയാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷകൾക്ക് വേറെ 70 പേരെയും കൂടെ തിരഞ്ഞെടുത്തു. ആ 70 പേർ കുറച്ച് ദിവസം മാത്രമേ അവരുടെ ശുശ്രൂഷകൾക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ബൈബിൾ തന്നെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആ 70 പേർ കൂടെ ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ, ഓരോ പ്രവൃത്തികൾ യേശു ചെയ്യുന്നത് കാണാൻ അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കാണാൻ അവർക്ക് അത്ഭുതങ്ങളാണ്, അവർക്ക് ഇഷ്ടമാണ്. രോഗങ്ങൾ സൗഖ്യമാകുന്നത്, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാരക രോഗങ്ങൾ വിട്ടുപോയി ജന്മന മുടന്തനായ വ്യക്തികൾ പോലും സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വളരെ അത്ഭുതമായിരുന്നു. അവർക്ക് വളരെ മനോഹരമായി യേശുവിനോട് കൂടെ നടക്കുന്നവരായിരുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശുവിൻ്റെ അവകാശവാദങ്ങൾ നിരവധിയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകനാണ്. ഞാൻ പ്രകാശധാരയായി വന്നിരിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇവയെല്ലാം പറഞ്ഞിട്ട് യേശു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു.
എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് പറഞ്ഞപ്പോൾ 70 ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ഗുരു, ഇതുവരെ കൊള്ളാമായിരുന്നു, ആഹാരം സമയാസമയം കിട്ടും, അഥവാ 3 ദിവസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വിശന്നിരുന്നാൽ ബാക്കിയുടെ ചുമന്നു കൊണ്ടുപോകാൻ കിട്ടും. അതാണ് യേശുവിൻ്റെ അടുക്കൽ വന്നാണ് ഒരു പ്രത്യേകത. അല്പം കാലതാമസം എടുത്താലും കിട്ടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവം കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്നിനും കുറവില്ലാതെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 70 ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കണം. ആ വചനമാകുന്ന ക്രിസ്തു ജഡമായി ഭൂമിയിൽ വന്നിരിക്കുന്ന ക്രിസ്തുവിനെ തിന്നാൻ പറഞ്ഞപ്പോൾ, ആ യേശുവിന്റെ സ്വഭാവം നിങ്ങൾക്ക് വേണം, യേശുവിനെ പോലെ ആയിത്തീരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് പറ്റത്തില്ല. സ്വത്രം സ്വത്രം. അവർ പറഞ്ഞു, ഇത് പറ്റത്തില്ല. നോ നോ, ബൈ ബൈ യേശുവേ, ഇനി യേശുവിനോട് കൂടെ ഞങ്ങളില്ല. ഇതുവരെ തന്നതും ഇതുവരെ കിട്ടിയതെല്ലാം കൊള്ളാം, ഇനി ഞങ്ങൾക്ക് യേശുവിന്റെ പിന്നാലെ വരാൻ പറ്റത്തില്ല. ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് 70 പേര് മടങ്ങി പോവുകയാണ്. യേശു എന്താ ചെയ്തേ? വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. യേശു എന്ത് ചെയ്തെന്നറിയാമോ? ആ നിമിഷം യേശു എന്ത് ചെയ്തു? ഞങ്ങളുടെ സഭയ്ക്കകത്തായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ശുശ്രൂഷിക്കുന്ന പാറശാലയിലാണ്. പാറശാല ബോർഡറിലാണ്, തമിഴ്നാടിൻ്റെ ബോർഡറിലാണ്. മലയടി ആ മേക്കോട് തമിഴ്നാട് ഭാഗത്താണ്. ഞാനാണ് സഭയിൽ വന്ന് ഞങ്ങളോട് കൂടെ നിൽക്കുന്ന 70 പേരാണ് ബൈ ബൈ പറഞ്ഞിട്ട് പോയാൽ ജയൻ പാസ്റ്റർ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ പറയും, ഹേ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, പോകരുതേ, നിങ്ങൾ പോയാൽ എന്റെ ദൗത്യം ആര് ചെയ്യുമെന്ന് പറഞ്ഞ് പുറകെ പോയി വിളിക്കുമായിരുന്നോ? പക്ഷെ യേശു അങ്ങനെ ചെയ്തില്ല. യേശു എന്താ ചെയ്തേ? തിരിഞ്ഞു നോക്കി. യേശു തിരിഞ്ഞിട്ട് 12 ശിഷ്യന്മാർ ബാക്കി നിൽക്കുകയാണ്. അവരെ തിരിഞ്ഞു നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. എന്താണ് പത്രോസ് കൊടുത്ത മറുപടി? ഗുരു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുള്ളപ്പോൾ നാഥാ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? ആ മഹത്വം പത്രോസിന് കിട്ടിയത് കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ ആഹാരം കിട്ടിയില്ലെങ്കിലും നിത്യജീവന്റെ മൊഴി കർത്താവ് നിന്നിലുള്ളത് കൊണ്ട് അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ പോകത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ ലോകത്തിൽ ചിലപ്പോൾ താൽക്കാലികമായ നന്മകൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും നിത്യജീവന്റെ അവകാശം തന്ന കർത്താവിനെ വിട്ടേച്ച് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. യേശുവിനെ പിരിഞ്ഞൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. ബൈബിൾ പറയുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പേ നമുക്ക് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു മനുഷ്യനാണ്. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് നന്മ കിട്ടിയാലും അത് കർത്താവ് തന്നതാണ്. എന്ത് കിട്ടിയാലും ദൈവം തന്നതാണ്. യോഹന്നാൻ 15:5-7 വാക്യങ്ങൾ പറഞ്ഞു, ക്രിസ്തുവിനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രാത്രിയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ലോകത്തിന്റെ സകല കാര്യങ്ങളെക്കാൾ അധികമായി ക്രിസ്തു ഇന്ന് രാത്രി കൂടെ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തമമായിരിക്കുന്ന സമ്പത്ത്. ഈ രാത്രി നാം പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ, ഈ ലോകത്തിന്റെ സകല മേൽത്തരമായ ഉന്നതമായ ശ്രേണിയിൽ ഒരുപക്ഷെ ദൈവം കൊണ്ടെത്തിച്ചെന്ന് വരാം. അതെല്ലാം ഈ ലോകത്തിൽ ശാശ്വതമായി താൽക്കാലികമായി നിൽക്കുമ്പോൾ ശാശ്വതമായ ഒരിക്കലും അവസാനിക്കാത്ത ആ യേശു കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിക്ഷേപമാണ് നാം സ്വരൂപിക്കുന്ന സ്വർഗത്തിലെ നിക്ഷേപം. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു ഗസ്റ്റ് അധ്യാപകൻ വന്നു. സൺഡേ സ്കൂൾ നമ്മൾ പഠിക്കാറുണ്ട്. ഒരു ഗസ്റ്റ് അധ്യാപകൻ വന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദ്യം ചോദിച്ചു, യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ആ ക്ലാസ്സിൽ ചോദിച്ചു. ഒരു കുഞ്ഞ് പറഞ്ഞു, യേശു എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ യേശുവിനെ എൻ്റെ വീട്ടിൽ മനോഹരമായൊരു സിറ്റ് ഔട്ട് ഉണ്ട്, ഓപ്പൺ സിറ്റ് ഔട്ട്, വളരെ മനോഹരമായ ഗാർഡൻ ഫ്രണ്ടിലുണ്ട്. അതെല്ലാം കാണിച്ചിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ യേശുവിനെ കൊണ്ടിരുത്തിയിട്ട് വൈകിട്ടായപ്പോൾ യേശുവിനെ എന്ത് ചെയ്യും? പറഞ്ഞയക്കും. അടുത്ത കുട്ടി ആൻസർ ചാടി പറയുകയാണ്, ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ സിറ്റ് ഔട്ടിൽ മാത്രം ഇരുത്തത്തില്ല, ഞാൻ യേശുവിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ യേശുവിന് നല്ല ആഹാരം കൊടുക്കും. എൻ്റെ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ്, ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കൊടുക്കും. വൈകിട്ടാകുമ്പോൾ ഞാൻ യേശുവിനെ പറഞ്ഞു വിടും. അപ്പോൾ ഒരു കുട്ടി മാത്രം മറുപടി പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഗസ്റ്റ് അധ്യാപകൻ ചോദിച്ചു, യേശു നിന്റെ വീട്ടിൽ വന്നാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ ആ കുഞ്ഞു കൊടുത്ത മറുപടി ഇങ്ങനെയാണ്,
ഞാൻ എൻ്റെ കാറിൻ്റെ താക്കോൽ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിൻ സീറ്റിൽ ഇപ്പം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. യേശു എവിടെയെല്ലാം എന്നെ കൊണ്ടുപോകുമോ അവിടെയെല്ലാം ഞാൻ പോകും. അതിൻ്റെ അർത്ഥം ഇതാണ്, യേശുവിൻ്റെ കയ്യിൽ നമ്മുടെ ഉത്തരവാദിത്വം മുഴുവനും കൊടുത്താൽ യേശു നമ്മുടെ സകല കാര്യങ്ങളും നിർവഹിക്കുന്ന ദൈവമാണ്. അതിന്റെ ഭാഗം സ്ഥിതി മാറ്റുവാനും സകലവും നിർവഹിക്കുന്ന ദൈവമാണെന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു വചനമുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ പിൻപിലല്ല പിന്നെ എവിടെയാണ് മുൻപിൽ നിർത്തുകയാണ്. ദൈവത്തെ മുൻപിൽ നിർത്തിയാൽ നാം തോറ്റുപോകയില്ല. ദൈവത്തെ മുൻപിൽ നിർത്തി പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ പഠനത്തിന് മുമ്പേ പ്രാഥമികമായി ദൈവത്തെ നോക്കേണ്ടത് ആവശ്യമാണ്. അത് പരീക്ഷ വരുമ്പോൾ മാത്രമല്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി ദൈവവചനം പഠിക്കണം, ഡെയിലി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ രക്ഷകർത്താക്കൾ പരിശീലിപ്പിക്കണം. അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ ബുദ്ധിയെ തുറന്നു തരുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ബുദ്ധി ഇല്ലാത്തവർക്ക് ദൈവം ബുദ്ധിയെ തുറന്നു തരും. എത്ര ബുദ്ധിഹീനനായാലും ദൈവത്തോട് സംസാരിക്കുകയും കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിഷയമല്ല. രാവിലെ മറ്റു കാര്യങ്ങൾ, ഇന്നത്തെ കാലത്ത് രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തപ്പുന്നത് എന്തായിരിക്കും? കിടക്കയിൽ നിന്നും തപ്പുന്നത് ഹല്ലേലൂയ. ബെഡിനടുത്തോ ടേബിളിലോ അലാറം വെച്ചിരിക്കും. അലാറം വെക്കുന്നത് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ചിലരൊക്കെ, ഇവിടെയല്ല, സ്വത്രം. എന്നാൽ ആദ്യം ഉറക്കപ്പായിൽ നിന്ന് നമ്മൾ ഇതിനെ തപ്പിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം തീരുമാനമെടുക്കണം. നമുക്ക് ചേഞ്ച് ആകാൻ പറ്റും, നമ്മുടെ ജീവിതത്തെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർമേഷൻ നടക്കും. എങ്ങനെയാണ്? ഈ ലോകത്തിൽ പ്രാഥമിക സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ ദാവീദ് ചെയ്തത്, ദൈവത്തെ എപ്പോഴും മുമ്പിൽ നിർത്തും. ഏത് കാര്യങ്ങൾക്കും ദൈവത്തെ മുൻപിൽ നിർത്തിയാൽ പരാജയപ്പെടേണ്ട സാഹചര്യങ്ങളെ പോലും ദൈവം വിജയമാക്കി തരും. അതാണ് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരികയാണ്. ഈ ലോകത്തിൽ മനുഷ്യർ തള്ളിയതിനെ ദൈവം ശ്രേഷ്ഠനാക്കി തീർത്തു. അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 2-ാം അധ്യായത്തിന്റെ ഒന്ന്. കണ്ടോ, ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വരുന്നവൻ മനുഷ്യർ തള്ളിയതാണ് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായി തീർക്കുന്നേ. ലോകം തള്ളുമ്പോൾ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ലോകക്കാർ തള്ളിയാൽ ലോകത്തിൽ നമുക്ക് ക്ഷീണമുണ്ടാകും. ലോക മനുഷ്യർ തള്ളുമ്പോൾ വേദന ഉണ്ടാകും. ലോകം തള്ളുന്നതിനെ ദൈവം ഇങ്ങനെ ചേർത്തണയ്ക്കും. ലോകക്കാർ വിധി എഴുതും. ലോകക്കാർ എഴുതിയിരിക്കുന്ന ഒരു വിധിയുണ്ട്. നമ്മൾ പറയും, എൻ്റെ തലവരെ ഇങ്ങനെയാണ്, ഇതിനപ്പുറം എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. ലോകവും പിശാചും വിധി എഴുതിയിരിക്കുമ്പോൾ ദൈവവചനത്തെ അനുശാസിക്കുന്നവൻ അവൻ ഇപ്രകാരം പറയും, ലോകത്തിന്റെ വിധിയെ മാറ്റാൻ സർവശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ട്. ലോകത്തിന്റെ വിധികളെ മാറ്റി എഴുതുന്ന, നമ്മുടെ ജീവിത കഥയെ മാറ്റാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും. ലോകം നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കഥയുണ്ട്, നമ്മുടെ ജീവിത കഥ. നമ്മുടെ ജീവിത കഥയിൽ മനുഷ്യർ എഴുതുന്ന വിധികളുണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഹു വിൽ ഡിസൈൻ ദ ലൈഫ് ഓഫ് യുവർ ഡെസ്റ്റിനി? ആരാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്? ആരാണ് നമ്മുടെ ഡെസ്റ്റിനി, ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത്? ചിലർ പറയും, എൻ്റെ രക്ഷകർത്താക്കളാണ് ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത്. ആരാണ് എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വയമായി നാം ചിന്തിക്കണം, നമ്മുടെ കൂട്ടുകാരല്ല ഭാവി നിർണ്ണയിക്കുന്നത്. എനിക്കറിയുന്ന ഒരു ദേവദാസന്റെ മറ്റൊരു സുഹൃത്ത് നല്ല പഠനം പൂർത്തീകരിച്ചു, നല്ല ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കി. തനിക്ക് വിദേശത്തേക്ക് കമ്പനിയിൽ ഇവിടുന്ന് സ്പോൺസർഷിപ്പ് കിട്ടി. തുടക്കത്തിൽ 5 അക്ക ശമ്പളം വാങ്ങാൻ വേണ്ടി സെലക്ഷൻ കിട്ടി. എന്നാൽ അദ്ദേഹത്തിന്റെ പഠനം പൂർത്തീകരിച്ച് വന്നപ്പോൾ അവസാനം അവരുടെ ക്ലാസ് പിരിഞ്ഞ സമയത്ത് എല്ലാവരും കൂടെ ചേർന്നൊരു പാർട്ടി കൂടി.
അതുവരെ മദ്യപിച്ചിട്ടില്ല, ലഹരി ഉപയോഗിച്ചില്ല. എന്നാൽ എല്ലാവരും കൂടെ കൂടിയപ്പോൾ മറ്റു സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു, കൂട്ടുകാരെ വാ. അവൻ പറഞ്ഞില്ല, ഞാൻ ലഹരി ഉപയോഗിക്കത്തില്ല, മദ്യപിക്കത്തില്ല, എനിക്ക് അടുത്ത ദിവസങ്ങളിൽ വിദേശത്ത് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ചെറുപ്പക്കാരെ നിർബന്ധിച്ചിട്ട് ലഹരി ഉപയോഗിച്ചില്ല. എന്നാൽ കുറച്ച് പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് അല്പസമയത്തേക്ക് ലഹരി ഉപയോഗിച്ചു. ആ ലഹരിയുടെ ഉപയോഗം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പറയുന്നു, എനിക്ക് ആ ലഹരിയില്ലാതെ പറ്റത്തില്ല. ഓരോ സമയവും ഓരോ നിമിഷവും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടേയിരുന്നു. കൂട്ടുകാർ പോയി, എന്നാൽ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം താറുമാറായി പോയി. ആ വീട്ടുകാർ വളരെ വേദനിക്കാൻ തുടങ്ങി. എന്നാൽ തിരുവനന്തപുരത്ത് മെന്റൽ ഹോസ്പിറ്റൽ വരെ ആ ചെറുപ്പക്കാരനെ പലപ്പോഴും ചികിത്സിച്ചിട്ടുണ്ട്. തനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് മയക്കുമരുന്ന് ബ്ലഡിലേക്കായി അദ്ദേഹം ചില മാസങ്ങൾക്ക്, ചില വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ താടി വളർത്തി തുപ്പലെല്ലാം ഒലിപ്പിച്ച് ഒരു വികൃത മനുഷ്യനായിട്ട് നടന്നപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, ഇദ്ദേഹം മിടുക്കനായ, ഇന്ന് എവിടെ ഇരിക്കേണ്ട വ്യക്തിയായിരുന്നു. ചെറിയൊരു പാർട്ടിയിൽ നിമിഷ നേരം കൊണ്ട് കൂട്ടുകാരുടെ ഉല്ലാസത്തിന് വേണ്ടി അല്പം ഒന്ന് ലഹരി ഉപയോഗിച്ചതാണ് ജീവിതം താറുമാറായി പോയത്. ഇതുപോലെ നിരവധി വ്യക്തികൾ അല്പസമയത്തേക്കുള്ള മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിതം പാടെ തകർത്ത് കളയുന്നവരുണ്ട്. മറ്റുള്ളവരല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കേണ്ടത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞാനും ദൈവവുമായിട്ടാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഭാവി മറ്റൊരു വ്യക്തി എഴുതി വച്ചിരിക്കുന്ന ഭാവിയല്ല, വേറെ ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന ഭാവിയല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ ഭാവി, നമ്മുടെ ജീവിതത്തിന്റെ കഥയെ മാറ്റി എഴുതാൻ കർത്താവിൽ അന്ധമായി വിശ്വസിക്കുന്നവർ ഈ സഭയ്ക്കൊത്തുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയെ മാറ്റാൻ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഉന്നതമായ ഭാവിയിൽ നമ്മെ എത്തിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരിക്കണം, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതിനാണ് മനുഷ്യർ തള്ളിയതിനെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. നമ്മൾ എവിടെ ആയിരിക്കുന്നത്? ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കലാണ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സഭയ്ക്ക് ജീവനുണ്ട്. സാധാരണ വ്യക്തികളെ പോലെ അല്ല, ഒരു സൊസൈറ്റിയിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് ജീവനുണ്ട്. കാരണം സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു വ്യക്തിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, സഭയ്ക്ക് ജീവനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-28. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. സഭയ്ക്ക് എന്തുണ്ട്? എല്ലാവരും ചേർന്നത് പറഞ്ഞേ, സഭയ്ക്ക് ജീവനുണ്ട്. സഭയ്ക്ക് ജീവനുണ്ട്. സഭയ്ക്ക് ജീവനുണ്ട്. സഭയുടെ നാഥൻ ക്രിസ്തുവാണ്. സഭയ്ക്ക് ജീവനുണ്ട്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭ. അപ്പൊ സഭയെ സമ്പാദിച്ചത് ആരാണെന്നാണ് ഇവിടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് അവിടെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സഭയുടെ സമ്പാദ്യം ക്രിസ്തുവിന്റെ രക്തമാണ്. സഭയുടെ പിന്നിൽ ക്രിസ്തുവിന്റെ രക്തമുണ്ട്. ഒരു വ്യക്തിയെ ദൈവസഭയിൽ വരാൻ കാരണമാകുമ്പോൾ ചില പ്രോസസ് നടക്കാറുണ്ട്. ആ വ്യക്തിയെ ക്രിസ്തുവിന്റെ രക്തം ഇന്നും, റോമർ 3:25 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നും പരസ്യമായി നിൽക്കുകയാണ്. ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ച് ദൈവസഭയിലേക്ക് വരുമ്പോൾ ആ രക്തത്തിലൂടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ സഭയ്ക്ക് ജീവനുണ്ട്. കാരണം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് സഭ. ദൈവസഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തു എന്ന് ഈ വാക്യം മറന്നു പോരുത്. എത്ര രാത്രിയായാലും തട്ടി ഉണർത്തി ചോദിച്ചാലും പറയണം, യേശു ക്രിസ്തു താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് സഭ. സഭ സ്ഥാപിച്ചത് ശുശ്രൂഷകന്മാരല്ല. സഭ സ്ഥാപിക്കുന്നത് പൗരോഹിത്യ വൃന്ദങ്ങളല്ല. മേൽത്തരമായ കഴിവുകൾ കൊണ്ടോ പണം കൊണ്ടോ ഈ ബിൽഡിങ്ങുകൾ പണിത് വെക്കാൻ പറ്റിയാലും സഭയുടെ നാഥൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി ഒന്ന് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രാത്രി പരിശുദ്ധാത്മാവ് സഭയുടെ നാഥനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ, ജീവനുള്ള സഭയായി തീരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്.
ഈ സഭയ്ക്കകത്ത് പെറുക്കി വെക്കുന്ന ഓരോ കല്ലുകൾ ജീവനുള്ള കല്ലിനോട് ചേർത്ത് വെക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലായിരിക്കുന്നവർ വരെയും ഈ കല്ലിനോട് ചേർത്ത് വെക്കുകയാണ്. ജീവനുള്ള കല്ലിനോട് പത്രോസ് പറയുന്നു, മനുഷ്യർ തള്ളിക്കളഞ്ഞ് ആർക്കും വേണ്ടാത്ത കല്ലായിട്ടിരുന്നതിനോട് കൂടെ ദൈവസന്നിധിയിൽ ഓരോന്നിനെയും ശ്രേഷ്ഠതയുള്ളതാക്കി മാറ്റുന്നു. ഉപയോഗശൂന്യമായിട്ടിരുന്നതിനെ, ആർക്കും വേണ്ടാത്തതിനെ തള്ളിക്കളഞ്ഞതും ആർക്കും കണ്ടാൽ ഭംഗിയില്ലാത്തതുമായിരിക്കുന്നതിനെ ഇതിനോട് ചേർത്തപ്പോൾ സൗന്ദര്യമുള്ളതായി മാറി. ഉപയോഗശൂന്യമായിരുന്നതിനെ ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്നപ്പോൾ ഈ കല്ലും കൂടെ ജീവനുള്ളതായി മാറി. സ്വത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മെക്കൊണ്ട് ഒരു ഉപയോഗമില്ലായിട്ട്, അല്ലെ, നമ്മെക്കൊണ്ട് ഒരു ഗുണമില്ലാതിരുന്നു. പക്ഷെ ഗുണമുള്ളതാക്കി തീർത്തത് ഈ ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്നപ്പോഴാണ്. ഈ ജീവനുള്ള കല്ലിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ജീവനുള്ള കല്ല് ഏത് സമയത്ത് കൂടെ മറ്റുള്ളതിനെ ജീവിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഈ കല്ലിനോട് ആരെങ്കിലും അടുത്ത് ചെന്നാൽ ആ മറ്റു കല്ലുകൾക്കും ജീവൻ പകരുന്നതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ക്രിസ്തുവിന്റെ സഭയ്ക്ക് രക്തം വിലയായി കൊടുത്തിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, സഭയുടെ വില കൊടുത്തിരിക്കുന്ന നാഥൻ ക്രിസ്തു ആയതുകൊണ്ട് സഭയ്ക്ക് വിരുദ്ധമായോ സഭയ്ക്ക് വിപരീതമായോ ശബ്ദമുയർത്താൻ നമുക്ക് അവകാശമില്ല. കാരണം ആ രക്തമാണ് തിരിച്ച് നമ്മോട് ചോദിക്കുന്നത്. സ്വത്രം സ്വത്രം. പത്രോസ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ആത്മീക ഗ്രഹമായി പണിയുവാൻ. സഭയെ ദൈവം പണിയുന്നത് എങ്ങനെയാണ്? ആത്മീക ഗ്രഹമായി, സ്പിരിച്വൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ, ഒരു സ്പിരിച്വൽ ഹോമാക്കി മാറ്റാൻ ദൈവസഭയെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആത്മീയ ഭവനമാക്കി മാറ്റാനാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. അതിന് വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഏത് കല്ലിനെയും മിനുസമുള്ളതാക്കി തീർക്കാൻ ഈ ഉപവാസ പ്രവർത്തനയ്ക്ക് കഴിയും. അതിന് സമർപ്പിച്ചു കൊടുക്കാൻ. പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ഒരു വ്യക്തിയും കൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ കല്ലുകൾ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൽ, ഇവിടെ പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. ബൈബിളിൽ പഴയ നിയമത്തിൽ നെഹമ്യാവ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. നെഹമ്യാവിന്റെ ഒരു പ്രത്യേകതയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോട് കരയുന്ന ഒരു മനുഷ്യനാണ് നെഹമ്യാവ്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, അന്യ സംസ്ഥാനത്താണ് നെഹമ്യാവ് ജോലി ചെയ്യുന്നത്. അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന നെഹമ്യാവിന് സ്വന്തം ദേശത്തെക്കുറിച്ചും ആലയത്തെക്കുറിച്ചുള്ള ഭാരമുണ്ടായപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നെഹമ്യാവിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, അർത്ഥശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനാണ്. കൊട്ടാരത്തിലാണ് ജോലി. നമ്മുടെ മനസ്സിലാകാൻ പറഞ്ഞാൽ മന്ത്രിസഭയിലാണ് ജോലി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് ജോലി. പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥനാണ്. ഉന്നതമായ ശമ്പളം വാങ്ങിക്കുന്ന നെഹമ്യാവ് എവിടേക്കാണ്? സ്വന്തം നയശത്തേക്ക്. യെരുശലേം പട്ടണത്തിൽ ശത്രുക്കൾ ആലയം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ആലയത്തിന്റെ മതിലുകൾ ഇടിച്ചിട്ടിരിക്കുകയാണ്. വാതിലുകൾ തീ വെച്ച് ചുട്ടിരിക്കുകയാണ്. സ്വത്രം. ആലയത്തെ നശിപ്പിക്കുന്നവർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തൊരു സഭയിൽ ഒരു രാത്രിയായപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധർ സഭയ്ക്കകത്ത് തീയിട്ടു. സാമൂഹ്യ വിരുദ്ധർ തൊട്ടടുത്തുള്ള ആൾക്കാരായിരുന്നു. ആ സഭയെ കത്തിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം, വളർത്താങ്കര എന്ന സ്ഥലത്താണ്. പാസ്റ്ററുടെ സ്ഥലം അവിടെയാണെന്ന് എനിക്ക് ഒരു പക്ഷേ-ആണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ആൾക്കാർ കസേരയെല്ലാം കത്തിച്ചു കളഞ്ഞു സഭയ്ക്കകത്ത്. അന്നും സഭയെ നശിപ്പിക്കുന്ന ഒരു കൂട്ടർ ഹെരോദാവിന്റെ ആലയം, അല്ലെ, ശലോമോന്റെ ആലയം നശിപ്പിച്ചു. അതിനുശേഷം ഹെരോദാവിന്റെ ആലയം, ഇങ്ങനെ ആലയങ്ങളെ നശിപ്പിക്കുന്ന ഒരു പതിവ് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ ഉള്ളതാണ്. ബാബേൽ പ്രവാസത്തിലേക്ക് പോയിട്ട് വന്നപ്പോൾ ഇവിടെ ആലയത്തിന്റെ സ്ഥിതി ഒന്നുമില്ല, എല്ലാം കത്തിച്ച് ചാമ്പലായി കിടക്കുകയാണ്. വിഷമുണ്ടായി. പിതാക്കന്മാർ കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയ ആലയം തീ വെച്ച് ചുട്ട് കല്ലുകൾ മാത്രം ശേഷിച്ചു കിടക്കുന്നു. ആർക്ക് മാത്രമേ? എല്ലാവർക്കും ഉണ്ടാകത്തില്ല ഭാരം. ആർക്കാ ഉണ്ടായത്? നെഹമ്യ 1:4 വായിക്കാമോ? നെഹമ്യാന്റെ പുസ്തകം 1-ാം അധ്യായം. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവിന് ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഇരുന്ന് കരയാനേ അറിയത്തുള്ളൂ. ചില വർത്തമാനം കേൾക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ച് വിഷമിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളണേ. ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ആകുലപ്പെട്ട് അങ്ങോട്ട് പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വ്യാകുലപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, നെഹമ്യാവ് ഈ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തോട് ഒന്ന് കരയുക.
ഇതുപോലെ മോശയും പണ്ട് ഇസ്രായേൽ ജനത്തിന് പ്രശ്നമുണ്ടായപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സമയത്തും മോശ ഇരുന്ന് നിലവിളിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പകലിൽ പറഞ്ഞു, നമ്മുടെ ദൈവം ഇറങ്ങി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെല്ലുവിളിയിൽ കർത്താവ് ഇറങ്ങത്തില്ല, നിലവിളിയിലാണ് നമ്മുടെ ദൈവം ഇറങ്ങി വരുന്നത്. ആരെങ്കിലും നിലവിളിക്കാൻ മുട്ടുമടക്കിയാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിന് സംശയമില്ല. ഏതെങ്കിലും നിലവിളിയുടെ ശബ്ദം ഏതെങ്കിലും കൂടാരത്തിനകത്ത് നിന്ന് നിലവിളി ഉയർന്നാൽ ആ നിലവിളിയുടെ ശബ്ദം കേട്ട് ഏത് കോണിലിരുന്ന് വിളിച്ചാലും അവിടേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. ഏത് സ്ഥലത്തും ആ ദൈവം ഇറങ്ങി വരും, നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വരും. വെല്ലുവിളിയിൽ കർത്താവ് ഇറങ്ങത്തില്ല. അതിന് ഉദാഹരണം ഞാൻ ക്രൂശിലെ കണ്ണന്റെ കാര്യം പറഞ്ഞു, അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നെഹമ്യാവ് ഇരുന്ന് കരയുകയാണ്. എന്തിനാണ്? ഇത്രയും ശമ്പളം വാങ്ങിക്കുന്ന, ഇത്രയും ഉന്നത പൊസിഷനിലിരിക്കുന്ന വ്യക്തിക്ക് ലീവ് വേണം. അതിന് രാജാവിനോട് ലീവ് ലെറ്റർ എഴുതാൻ വേണ്ടി എത്ര മാസം പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നെഹമ്യാവ് ഒരു ലീവ് ലെറ്റർ എഴുതാൻ വേണ്ടി പ്രാർത്ഥിച്ചത് 4 മാസം. പറഞ്ഞ പോലെ എത്ര മാസമാണ്? ആലയത്തിന് വേണ്ടി ചുമല് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ശത്രുക്കൾ മിണ്ടാതിരിക്കത്തില്ല. ആലയത്തെ പണിയാനുള്ള ചിന്ത വെച്ചപ്പോൾ ശത്രുക്കളെല്ലാം കൂടെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി. നെഹമ്യാവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് 4 മാസം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ ലീവ് ലെറ്റർ കൊടുക്കുമ്പോൾ എനിക്ക് രാജാവ് അനുമതി തരണമേ. ഒരു ദിവസം രാജാവ് വന്ന് നോക്കിയപ്പോൾ നെഹമ്യാവിന്റെ മുഖമെല്ലാം വാടിയിരിക്കുന്നു. എപ്പോഴും പ്രസന്നതയുള്ള മുഖം, ഇപ്പോൾ നെഹമ്യാവിന്റെ മുഖമെല്ലാം വാടി തളർന്നിരിക്കുന്നത് കൊണ്ട് നെഹമ്യാവിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? എനിക്ക് ലീവ് വേണം. അപ്പൊ നിനക്ക് എത്ര മാസം ലീവ് വേണം? പോയിട്ട് വരുമോ? സ്വത്രം എല്ലാം ചോദിച്ചു. ലീവ് കിട്ടി നാട്ടിൽ വന്ന് യെരൂശലേമിൽ വന്നപ്പോ ആലയം പണിയുന്ന സ്ഥലങ്ങൾ നടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആലയത്തിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെങ്ങനെയും പണിയണം. ആരോടും പറഞ്ഞില്ല. ആദ്യം നടന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പണി തുടങ്ങുമെന്ന് കേട്ടപ്പോൾ തന്നെ ചില ശത്രുക്കൾ ഒരു ഭാഗത്ത് ഉയർന്നു വന്നു. സൻബല്ലത്തും തോബിയാവും ഗെർശോമും. സൻബല്ലത്ത് പറഞ്ഞാൽ അധികാരമാണ്, അധികാരം. സൻബല്ലത്തിന്റെ കയ്യിൽ എന്തുണ്ട്? പട്ടാളമുണ്ട്. തോബിയാവിന്റെ കയ്യിൽ ജനമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അരാബ്യനായ ഗെർശോമിന്റെ കയ്യിൽ അറേബ്യൻ നാട്ടിലെ പണം മുഴുവനുണ്ട്. ഇവരെല്ലാം എതിരാണ്. ആർക്കെതിരാണ്? നെഹമ്യാവിന് എതിരാണ്. ആലയം പണിയാൻ സമ്മതിക്കത്തില്ല, വെല്ലുവിളി ഉയർത്തുകയാണ്. അപ്പോഴാണ് നെഹമ്യാവ് പറഞ്ഞത്, ഞാൻ വേഗം പറയാം. നെഹമ്യാവ് പറയുന്നു, എന്നെ പോലെ ഒരാൾ ഓടിപ്പോകത്തില്ല. 2:20 നെഹമ്യാവ് 2:20 വായിച്ചോ. നെഹമ്യാവ് 2:20 വായിക്കാമോ? നെഹമ്യാവ് 2:20 വേഗം വായിക്കാമോ? അപ്പൊ അവിടെ ആരാണ് കാര്യം സാധിപ്പിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഏത് കാര്യത്തിനും ദൈവ വിഷയമായി ചുമടുവയ്ക്കുമ്പോൾ എത്ര ശത്രുക്കൾ എഴുന്നേറ്റ് വന്നാലും 2-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഏത് കാര്യമാണ് പ്രയാസമുള്ളത് ദൈവത്തോട് പറഞ്ഞാൽ മതി, പ്രാർത്ഥിക്കണം. കരയുന്നതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, അല്ലേ? പ്രശ്നങ്ങൾ വന്നതിന് ശേഷം കരയുന്നതിനേക്കാൾ ദൈവത്തോട് മുൻകൂട്ടി കണ്ണുനീർ ഒളിപ്പിച്ചതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. പൗലോസ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് സഭകൾ സ്ഥാപിക്കാൻ. അപ്പോസ്തലന്മാർ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ കരയുന്നത് ആരായിരിക്കാം? സഹോദരിമാരായിരിക്കും, അല്ലേ? സ്വത്രം. ഏറ്റവും കൂടുതൽ കരയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരിമാരാണെന്ന് നമ്മുടെ പഴഞ്ചൊല്ലും പഴമൊഴിയും. എന്നാൽ സഹോദരന്മാരും കരയാറുണ്ട്. ആരും കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ കരയണം. ആരുടെ മുമ്പിൽ കരയണം? മനുഷ്യന്റെ മുമ്പിൽ കരയണ്ട, ദൈവ മുമ്പിൽ കരയണം. ദൈവ മുമ്പിൽ കരയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ അനുവദിക്കത്തില്ല. നമുക്ക് പ്രതികൂലമായിരിക്കുന്ന രേഖയുണ്ടെങ്കിലും പ്രതികൂലമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം മുമ്പാകെ കരഞ്ഞിട്ട് വന്നു നിൽക്കുമ്പോൾ അതിനെ അനുകൂലമാക്കി തരും. ബൈബിൾ പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി. സ്തോത്രം. ദൈവം അനുകൂലമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതികൂലമായി. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകം, ഈ പ്രപഞ്ചം, കോസ്മോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 134 പ്രാവശ്യം ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലോകമാണ്. ഈ ലോകം മുഴുവനും നമുക്കെതിരെ നിന്നാലും നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നെഹമ്യാവിന് ബോധ്യം കിട്ടി. പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിന് ബോധ്യമുണ്ടായി, എൻ്റെ തലയിലെ ഒരു രോമം നിലത്ത് വീഴണമെങ്കിൽ ആ ദൈവം അറിയാതെ സംഭവിക്കത്തില്ല.
ഒരു ദോഷം സംഭവിക്കത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ 10 വർഷം നടത്താമെന്നല്ല പറഞ്ഞേ. എത്ര കാലം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5 വർഷം നടത്താമെന്നല്ല, 25 വർഷം നടത്താമെന്നല്ല പറഞ്ഞേ. നമ്മെ വിളിച്ച രക്ഷകനായ കർത്താവ് ലോകാവസാനം വരെയും കൂടെ ഇരിക്കും, മരണം വരെയും കൂടെ ഇരുന്ന് നടത്താമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ തുടങ്ങിയിരിക്കുന്നു. വഴിയിൽ വിട്ടേച്ച് പോകത്തില്ല, അനാഥരായി വിട്ടേച്ച് പോകത്തില്ല, നീ തളർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ആരംഭിച്ച പണികൾ പൂർത്തീകരിക്കാതെ നീ ധൃതി കാട്ടണ്ട. നിന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യെസ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആയിക്കട്ടെ. ഓരോ വ്യക്തികളുടെ മേലേക്ക് ഇറങ്ങി വരട്ടെ. തടസ്സങ്ങളെ തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുകയാണ്. നെഹെമ്യാവിനോട് കൂടെയുള്ള ദൈവത്തിന് അറിയാം, നെഹെമ്യാവിനെ അറിയാം, ഞാൻ സേവിക്കുന്ന ഈ ലോകത്തിന്റെ ശക്തികളെ അല്ല, മനുഷ്യൻ നിർമ്മിത ബുദ്ധികൾ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ സംവിധാനങ്ങളെ അല്ല നെഹെമ്യാവ് ആശ്രയിക്കുന്നത്. കാരണം പട്ടാളവും രാഷ്ട്രീയവും പണമുള്ളവർ ഒരു പക്ഷത്തെതിരായി നിൽക്കുമ്പോൾ നെഹെമ്യാവ് ഒറ്റയ്ക്ക് പറയുന്നു, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. സ്വത്രം സ്വത്രം സ്വത്രം. രാത്രി വിശ്വസിക്കണം. ഏത് ക്രൈസിസിലൂടെയാണ് നാം പോകുന്നത്? ക്രൈസിസ്, പ്രതിസന്ധികൾ നമ്മെ തകർക്കുവാനല്ല. ഏതെങ്കിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നിശ്ചയമായി ഉറപ്പോടെ പറയണം, നമ്മേക്കാൾ പ്രതിസന്ധി അനുഭവിച്ചൊരു കർത്താവ് ഉള്ളത് കൊണ്ട് പ്രതിസന്ധികൾ, കഷ്ടതകൾ നമ്മെ തകർക്കുന്ന ശക്തികളല്ല, അത് വളരാനുള്ള വളമായി മാറ്റണം. ഓ, കഷ്ടതകളെ അതിൻ്റെ മീതെ കയറി നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ ഒരു വ്യക്തി തുടങ്ങുമ്പോൾ ആ വ്യക്തിയെ കൈക്ക് പിടിച്ച് നടത്തുന്ന ദൈവം കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, കഷ്ടതകൾ, മനുഷ്യന്റെ ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ തകർന്നു പോകുമെന്നാണ് മുൻകൂട്ടി ചിന്തിക്കുന്നത്. നെഹെമ്യാവിനോട് ചോദിച്ചാൽ പറയില്ല, ഒരിക്കലും തകരത്തില്ല. ഏതെങ്കിലും പ്രശ്നം വന്നാൽ അത് വളരാനുള്ള ചവിട്ടുപടിയാക്കി മാറ്റണം. ആരെങ്കിലും ഇന്നേ വരെ വളർന്നിട്ടുണ്ടെങ്കിൽ വെറുതെ വളരത്തില്ല. ആരെങ്കിലും വളരുമോ? വെറുതെ ആരും വളരത്തില്ല. ഒരുപാട് ഭാഗങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നാം വളരേണ്ടത് കൃപയിലും പരിജ്ഞാനത്തിലും വളരണം. കൃപയിലും പരിജ്ഞാനത്തിലും. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ആഗ്രഹത്തോടെ ആയിരിക്കും നാം ആയിരിക്കുന്നത്. സ്വത്രം. ഇവിടെ സഹോദരന്മാർ പാടിയപ്പോഴേ നമുക്ക് ആവശ്യമായതല്ലേ, നമ്മൾ ആദ്യം പാടിയ പാട്ട്, കൃപ ആവശ്യമാണ്. കൃപയില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വേഗം വായിക്കാമോ? സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വചനങ്ങൾ വേഗം വായിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഗലാത്യർ 3:25. 23 ആദ്യം വായിക്കാമോ? ഗലാത്യർ 3:23. 3 കാലങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. 3 കാലങ്ങൾ. ഒന്ന്, വിശ്വാസം വരും മുമ്പേ ഉള്ള കാലം. അതിനെ വിളിക്കുന്നതാണ് അധമകാലം. ഏത് കാലമാണ്? അധമകാലമാണ്, അല്ലെങ്കിൽ ക്രിസ്തു രഹിത കാലം എന്ന് വിളിക്കുക. വിശ്വാസം വരും മുമ്പേ എന്തും ഏതും ചെയ്യും. ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചെത്ര പറയും? സ്വത്രം. വിശ്വാസം വരും മുമ്പേ പണ്ടൊരു വ്യക്തിയെ സ്നാനപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിലിറങ്ങിയാണ് നമ്മുടെ സ്നാനം. അപ്പൊ ഈ സ്നാനപ്പെടുത്തുന്ന ദൈവദാസൻ ഈ വ്യക്തിയെ മുക്കിയപ്പോൾ ഒരു കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുക. ഇദ്ദേഹം വെള്ളത്തിൽ നിൽക്കുന്നതേ പാടാണ്. സ്വത്രം. ഇദ്ദേഹം മുക്കിയാൽ എത്ര മുക്കിയിട്ട് കൈ താഴ്ത്തുന്നില്ല. അപ്പോഴാണ് ചോദിച്ചത്, എന്താ സഹോദരൻ കൈ താഴ്ത്തത്? എനിക്ക് പഴയ കണക്കിൽ ഒരാൾക്ക് ഒരു അടി കൊടുക്കാറുണ്ട്. സ്വത്രം. പഴയ കണക്ക് തീർന്നിട്ടില്ല, സ്നാനപ്പെട്ടിട്ട് കൈ മാനസാന്തരപ്പെട്ടില്ല. സ്വത്രം. അതാണ് പൗലോസ് പറയുന്നത്, വിശ്വാസം വരും മുമ്പേ ഉള്ള കാലം അത് ക്രിസ്തു രഹിത കാലമാണ്, അധമകാലമാണ്, ക്രിസ്തു ഇല്ലാത്ത കാലം. അന്ന് ഏത് വഴിക്ക് വേണമെങ്കിലും പോകും, ഏത് വിധേന വേണമെങ്കിലും ജീവിക്കും. സ്വത്രം. എങ്ങനെ വേണോ മുമ്പോട്ട് പോകും. പലരും കുരുക്കുകളിൽ അകപ്പെട്ടിട്ട് പുറത്തു വരാൻ പറ്റാതിരിക്കുന്ന കാലമാണ്. അതിന് പൗലോസ് കൊടുക്കുന്ന ആ പദത്തിന് വക്രത അല്ലെ? ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയാണ് ഈ കാലഘട്ടം. ആ സ്കോലിയാസിസ് എന്ന ഗ്രീക്ക് പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞുവിടാം. 3 അർത്ഥങ്ങൾ. ഒരിക്കലും അഴിച്ചെടുക്കാൻ പറ്റാതെ വണ്ണം കുരുങ്ങി പോകുക എന്നാണ് പൗലോസ് ഉച്ചരിക്കുന്നത്. ഒരിക്കലും അഴിച്ചെടുക്കാൻ പറ്റാതെ വണ്ണം കുരുങ്ങി പോകുക. രണ്ടാമത്തെ, ഒരിക്കലും നിവർത്താൻ കഴിയാതെ വണ്ണം വളഞ്ഞു പോകുക.
മൂന്നാമതൊരു പദം കൂടി കൊടുത്തിരിക്കുകയാണ്, ഒരിക്കലും കഴുകിയെടുക്കാൻ പറ്റാതെ വണ്ണം മലിനമായി പോകുക. പൗലോസ് കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചില കുരുക്കുകളിൽ അകപ്പെട്ടിട്ട് അഴിച്ചെടുക്കാൻ പറ്റാത്ത നിലകളിൽ കുരുക്കുകളിൽ പെട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. ചില മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് വന്നതിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചപ്പയ്യൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഗെയിമിന് അഡിക്ഷനായി. ഗെയിം കളിക്കാൻ കളിച്ച് അവരുടെ പിതാവെല്ലാം ഗൾഫിലാണ്, അവർ നാട്ടിലുണ്ടായിരുന്നു. കോവിഡ് സമയമായതുകൊണ്ട് 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലോ പഠിക്കുന്നതാണോ, കാഞ്ഞിരംകുളം സ്കൂളിലാണ് പഠിക്കുന്നത്. അവസാനം നിർബന്ധം മൊബൈൽ പിടിച്ച് വാങ്ങിച്ചു, അമ്മ പിടിച്ച് വാങ്ങിച്ചു വെച്ചു. 24 hours ബ്രഷ് ചെയ്യത്തില്ല, ഫുഡ് നേരെ കഴിക്കത്തില്ല. ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു 24 hours ഗെയിം കളിക്കുന്ന ഒരു അഡിക്ഷൻസായി. അവസാനം നിവർത്തിയില്ലാതെ ഈ അമ്മ മൊബൈൽ പിടിച്ച് വാങ്ങി വെച്ചു. എന്താ സംഭവിച്ചത്? വാശി കാണിച്ചു, പെട്ടെന്ന് വാതിലടച്ചു. പിന്നത്തേതിൽ അറിയുന്നത് സൂയിസൈഡ് ചെയ്തു. കണ്ടോ, അഡിക്ഷൻസ്. അഴിച്ചെടുക്കാൻ പറ്റാതെ വണ്ണം കുരുങ്ങിപ്പോകുന്ന ലോകത്തിന്റെ ശക്തികൾ, അഡിക്ഷൻസ് ഉണ്ട്. ഇതുപോലെ കുരുക്കുകളിൽ പെട്ടുപോകുന്ന, ഞാനൊരു എൻ്റെ വീടിനടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്. നമ്മുടെ വീടിനടുത്തെല്ലാം ഉള്ളവർക്കെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്, സമീപത്ത് നടന്നു പോകുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ചെറുപ്പക്കാർ വളരെ ഇഷ്ടമാണ്. സുവിശേഷ പ്രവർത്തനങ്ങൾക്കും കർത്താവിന് വേണ്ടിയെല്ലാം നിൽക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ ക്ലാസ് എടുക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് വളരെ വ്യക്തമായി പ്രാർത്ഥിക്കും. ഞാൻ നോക്കിയ എല്ലാ ദിവസവും ആ വഴി പോകുമ്പോൾ ഒരു കസേര ഇട്ടിട്ടുണ്ട്, കാല് വെക്കാൻ ഒരു കസേര. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വെടിവെക്കും. റോഡേ പോകുമ്പോൾ ഇരുന്ന് വെടിവെക്കുന്നു. നോക്കിയപ്പോൾ ഗെയിം ഷൂട്ട് ചെയ്യുന്നതാണ്. അവരുടെ അമ്മ പലപ്പോഴും വന്ന് പറഞ്ഞു, അയ്യോ ഒരു രക്ഷയുമില്ല, 10-20 വയസ്സ് കഴിഞ്ഞു, ഒന്നിനും എണീക്കത്തില്ല, 24 മണിക്കൂർ അഡിക്ഷൻസായി. ഇത്തരത്തിൽ നമ്മൾ ഓർക്കണേ, 50 വർഷമായിട്ടുള്ള ഈ സാധനം വന്നിട്ടുണ്ട്. 1973 മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. നമുക്കറിയാം ആരാണ് കണ്ടുപിടിച്ചത്? മാർട്ടിൻ കൂപ്പറാണ്. വെറും 50 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ഇതിലെന്താണ് കുരുങ്ങിപ്പോകരുത്, ഉപയോഗിച്ചോളണം. പക്ഷേ തകർന്നു പോകുന്ന ജീവിതങ്ങൾ, നാശത്തിലേക്ക് പോകുന്നത്, ഒന്നും നമ്മെ കീഴ്പ്പെടുത്തരുത്. ഒരു ശക്തിയും ഒന്നിലും വളഞ്ഞു പോകരുത്. എവിടെയും തല ഉയർത്തി നിൽക്കാൻ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. സെൽഫ് കൺട്രോൾ നമുക്കുണ്ടായിരിക്കണം. അതാണ് ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്നാൽ കൃപ നമ്മിൽ പെരുകിക്കൊണ്ടിരിക്കും. വിശ്വാസം വരും മുമ്പേ ഈ കുരുക്കിൽ നിന്ന് പുറത്തരാൻ വഴിയില്ല. വിശ്വാസം. അടുത്ത് 25ാം വാക്യം 3:25. കണ്ടോ, വിശ്വാസം വന്ന ശേഷമോ ഇനി നമ്മൾ ആരുടെ കീഴിലല്ല? ശിശുപാലകന്റെ കീഴിലല്ല. ശിശുവിനെ നയിക്കാൻ ശിശുപാലകന്മാർ കൂടെ നടക്കും. ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ഇനി നമ്മൾ ആരുടെ കൃപയിലാണ്. ദൈവകൃപ പ്രാപിച്ചോ? ദൈവത്തെ സ്തുതിക്കാം, ശക്തിയോട് സ്തുതിക്കാം. ഹല്ലേലൂയ. എത്ര കാലം ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും കാര്യമാണ്. കഴിഞ്ഞ പകലിൽ ദൈവദാസൻ പറഞ്ഞില്ലേ, അതിശ്രേഷ്ഠനായിരിക്കുന്ന ഹിന്ദു സമുദായത്തിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് വന്ന പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ നായർ അല്ലേ, ഉണ്ണികൃഷ്ണൻ നായർ എന്ന ദൈവദാസൻ പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരണപ്പെട്ടു പോയത്. എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് ആർക്കും ഗ്യാരണ്ടി ഇല്ല. നമുക്ക് കിട്ടുന്ന ആയുഷ്കാലത്തെ ബോണസായിട്ട് കണക്കാക്കണം. കാട്ടുമൃഗങ്ങളെ പോലും മെരുക്കിയെടുക്കുന്ന മനുഷ്യൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കുഞ്ഞു വൈറസിന്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് നിമിഷ നേരം കൊണ്ട് പട്ടുപോയത്. ഇന്ന് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ. ഒരു മനുഷ്യനെ പോലെ കണ്ടു കിട്ടാതെ നദിക്കടിയിലും പുറത്തും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലം അധികമില്ല. നാം ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യണം. സുവിശേഷം വേഗത്തിൽ ചെയ്യണം. നമ്മുടെ ആയുസ് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ടൊരു അപ്പച്ചൻ ഇങ്ങനെ 90 വയസ്സ് കഴിഞ്ഞു, 90-95 വയസ്സ് കഴിഞ്ഞു. ആയുസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പച്ചന് ദീർഘായുസ് ഭയങ്കര ആഗ്രഹമാണ്. അപ്പച്ചൻ കിടക്കയിലായിരിക്കുമ്പോൾ ഒരു അപ്പച്ചന്റെ കൊച്ചുമകൾ കൊണ്ട് വെള്ളം കൊടുത്തു കുടിക്കാൻ. അപ്പച്ചൻ വെള്ളം വാങ്ങി കുടിച്ചതിന് ശേഷം അപ്പച്ചന്റെ 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അപ്പോഴാണ് അപ്പച്ചനോട് ചോദിച്ചത്, അപ്പച്ച എന്തിനാണ് അപ്പച്ച കരയുന്നേ? അപ്പോൾ അപ്പച്ചൻ കൊടുത്ത മറുപടി, എൻ്റെ നല്ല പ്രായത്തിൽ നിന്റെ അമ്മച്ചി, എൻ്റെ ഭാര്യ എനിക്ക് വെള്ളം തന്നു. അവൾ മരിച്ചുപോയി. ഇപ്പോ കുറച്ച് കാലം കഴിഞ്ഞു, നിന്റെ അമ്മ, എൻ്റെ മകൾ, എൻ്റെ നല്ല പ്രായത്തിലെല്ലാം എനിക്ക് എന്ത് ചെയ്തു? ഓടിത്തറ ക്ഷീണിച്ചു വരുമ്പോൾ വെള്ളം തന്നു. ഇപ്പൊ നീ വെള്ളം തന്നു. ഇനി നിന്റെ കാലശേഷം എനിക്ക് ആര് വെള്ളം തരുമെന്ന് ഓർത്തിട്ടാണ്. സ്വത്രം.
കൊച്ചുമോള് മരിച്ചാലും ആര് മരിക്കത്തില്ല? സ്വതന്ത്രം സ്വതന്ത്രം. അപ്പൊ അങ്ങനെയല്ല, ആയുസിന് ദീർഘായുസ് ദൈവം തരും അല്ലെ? അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉണ്ടായിരുന്ന യോഹന്നാനാണ്. ഏകദേശം 96-100 ഇടയ്ക്കാണ് മരിച്ചത്. ആ ദീർഘായുസ് ദൈവം തരും. പക്ഷേ ദൈവം തരുന്ന ആയുസിനെ എത്രത്തോളം ഉപയോഗിച്ചു എന്ന് ദൈവത്തിന് കണക്ക് കൊടുക്കണം. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള കണക്കല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗലാത്യർ 3:25 മറന്നുവല്ലേ? വിശ്വാസം വന്ന ശേഷം നമ്മൾ ക്രിസ്തു സഹിത കാലത്തിലാണ്, ഉത്തമ കാലത്തിലായി. നേരത്തെ അധമകാലം ഇരുട്ടിലായിരുന്നു, അന്ധകാലത്തിൽ തപ്പിത്തടയിരുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പോലും ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്, ഋഷീശ്വരന്മാർ പോലും പ്രാചീന തത്വചിന്തകന്മാരും പറയുന്നു മനുഷ്യർ അന്ധകാരത്തിലാണ്, തപ്പിത്തടയുകയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം വന്നപ്പോൾ നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നു. ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ഇനി നിങ്ങളെ നടത്താൻ ഒരു ദൈവകൃപ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഒരു ശിശുവിനെ വളർത്തിയെടുക്കുന്നത് പോലെ ദൈവകൃപ നിങ്ങളോട് കൂടെ വന്നാൽ ഒന്നിലും പേടിച്ച് പുറകോട്ട് പോകത്തില്ല. ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിക്കാൻ തീമത്യോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മകനെ തീമത്യോസ്, നീ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ, അപ്പൊ ശക്തിപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ കൃപയാലാണ്. ആ ശക്തി പ്രാപിച്ചാൽ ക്രിസ്തുവിനോടൊപ്പം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വിശ്വാസം വന്ന ശേഷമുള്ള കാലത്തെയാണ് ക്രിസ്തു രഹിത കാലത്തിൽ നിന്ന് ക്രിസ്തു സഹിത കാലത്തിലേക്ക് വരുമ്പോൾ ഉത്തമ കാലം. ഇനി ഒരു കാലമുണ്ട്. ആ കാലത്തെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത്. ഒന്ന് വായിച്ചേ. കാരണം അത്യുത്തമമായ ഒരു കാലത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. സഭ കാരണം ജീവനുള്ള കർത്താവായ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ നാം ജീവനുള്ള കല്ലുകളായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജീവനുണ്ട്, ജീവൻ പകർന്നു തരും. ഒറ്റ മനുഷ്യരെ പോലും ഏത് വ്യക്തിയും ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. സ്വത്രം ഏത് മനുഷ്യനെയും ജീവിപ്പിക്കും. എത്ര തകർന്നു പോയാലും, നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾ നീർച്ചുഴികളിൽപ്പെട്ടാലും അവിടെ നിന്ന് കരകയറ്റാൻ കർത്താവിന്റെ ശക്തിക്ക്, കൃപയ്ക്ക് കഴിയും. ആ കൃപയിൽ ആശ്രയിക്കണം, ആ കൃപ വർദ്ധിക്കണം, അല്ലെ? കൃപ മേൽക്കുമേൽ പ്രാപിക്കണം. ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയിൽ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നവർ, മേൽക്കുമേൽ കൃപ പ്രാപിച്ചാൽ അത്യുത്തമമായ ഒന്നിലേക്ക് ചേക്കേറാനുള്ള ഒരുക്കം ഈ ദിവസങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മരണഭയങ്ങൾ നമ്മെ വിട്ടുമാറും. മരണഭീതികൾ, ഭയാനകമായ വിഷയങ്ങൾ, ഇവയൊന്നും നമ്മെ തകർക്കത്തില്ല. കാരണം ഇവിടുന്ന് വിട്ടുപിരിഞ്ഞാൽ നാം ചേക്കേറുന്നത് കർത്താവിന്റെ സന്നിധിയിലേക്കാണ്. ഈ ഉത്തമകാലത്തിൽ നിന്ന് അത്യുത്തമമായ ഒന്നിലേക്ക് ചേക്കേറാനല്ലേ ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇവിടുത്തെ താൽക്കാലിക നന്മകൾക്കും ഇവിടുത്തെ താൽക്കാലിക അനുഗ്രഹങ്ങൾക്കും മാത്രമാണെങ്കിൽ നമ്മൾ ആരും സഭയ്ക്കകത്ത് വരത്തില്ലായിരുന്നോ? ഇവിടുത്തെ താൽക്കാലിക നന്മകൾ കൂടെ വരുമെങ്കിലും അതിനേക്കാൾ അത്യുത്തമമായ ഒന്നിലേക്ക് ചേക്കേറാനാണ് ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് സഭ മനസ്സിലാക്കണം. ഏറ്റവും ശ്രേഷ്ഠകരമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:3 പറഞ്ഞിരിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തമുണ്ട്, പ്രോമിസ്. എന്താണെന്ന് വായിക്കാമോ? യോഹന്നാൻ 17:3. കാരണം യേശു ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാണ്. To know God and make him known. ദൈവത്തെ അറിയണം, ദൈവത്തെ അറിയിക്കണം. ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞു, നമുക്ക് കിട്ടിയ ഈ സന്തോഷം, രക്ഷ സൗജന്യമാണ്. ആരും വില കൊടുത്ത് നമുക്ക് വാങ്ങി തന്നതല്ല, നമുക്ക് വേണ്ടി വില കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സൗജന്യമായി കിട്ടിയതിനെ മറ്റൊരാളിനോട് അറിയിക്കണം. ഹല്ലേലൂയ. ഈ സഭയെ സംബന്ധിച്ച് എനിക്കറിയാം, ഇവിടുത്തെ ശുശ്രൂഷനെ സംബന്ധിച്ച് വളരെ ആവേശപൂർവ്വം സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തെ രക്ഷയെന്ന് വിചാരിച്ചിട്ട് നാം ആ സൗഭാഗ്യത്തെ മറ്റൊരു വ്യക്തിയോട് അറിയിച്ചാൽ അത് ഏറ്റവും മഹത്വകരമായ ഒരു ഭാഗ്യമാണ്. അതിൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ബാങ്കിലായിരിക്കും അല്ലേ? സ്വത്രം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു ബാങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തയിലൂടെ കേട്ടേണം,
അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ 5 വർഷം കൊണ്ട് നിക്ഷേപിക്കുകയാണ്. ചന്ദ്രനിൽ 5 സെന്റ് വസ്തു വാങ്ങി എന്നൊക്കെ വരുന്നുണ്ട്. സ്വത്രം 20 കോടി രൂപയാണ് അവർ ബാങ്കിൽ നിന്ന് മാറ്റിക്കൊണ്ടിരുന്നത്. നമ്മുടെ നിക്ഷേപം മുഴുവനും അല്ലെ, നമ്മുടെ കഠിന പ്രയത്നങ്ങൾ, നിക്ഷേപങ്ങൾ വേണം. പക്ഷേ നാം നിക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സിറ്റിസൺഷിപ്പ് എവിടെയാണ്? സിറ്റിസൺഷിപ്പ് എവിടെയാണെന്ന് ഓർക്കണം, സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് ഇവിടെ വിളിക്കുന്ന പേരാണ് പത്രോസ് പറയുന്നത്, നമ്മൾ പ്രവാസികളാണ്. ആരാണ് നമ്മൾ? അയ്യോ, നമ്മൾ വിദേശത്ത് പോയാൽ മാത്രമല്ല പ്രവാസിയാകുന്നേ, ഗൾഫിൽ 5 വർഷം പോയാലല്ല പ്രവാസിയാകുന്നേ. നമ്മൾ ഗലാത്യർ 3:25 വിശ്വാസം വന്ന ശേഷം അന്നോട്ട് നമ്മൾ പ്രവാസികളാണ്. എന്ന് രക്ഷിക്കപ്പെട്ടു, എന്ന് കർത്താവിനെ സ്വീകരിച്ചു, എന്ന് ദൈവസഭയ്ക്കകത്ത് വന്നു, അന്ന് മുതൽ പ്രവാസികളാണ്. പ്രവാസികളും പരദേശികളുമായ നമ്മെ അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. നമ്മുടെ സ്ഥിതിഗതികൾ, നമ്മുടെ വീടിന്റെ അവസ്ഥ വരെയും സകലത്തെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായി ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാണ്. ക്രിസ്തുവിനെ അറിയണം, അടുത്തറിയണം. അറിഞ്ഞാൽ മാത്രം പോലെ. ചിലരൊക്കെ വിശ്വാസത്തിൽ വരുമ്പോൾ കിട്ടുന്ന അറിവ് കൊണ്ട് മാത്രം മുമ്പോട്ട് പോയാൽ ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് വെവ്വേറെ അറിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചുയരാതെ വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് ലഭിക്കുക. കൃപയ്ക്കൊത്തവണ്ണം വളർച്ച ഉണ്ടാകണം. അത് അടുത്തറിഞ്ഞാലോ ശ്രേഷ്ഠമായ അറിവുണ്ടാകും. അടുത്തറിയുന്നതിനനുസരിച്ച് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപയ്ക്ക് വർധന ഉണ്ടാകും. ഈ കൃപ വർദ്ധിക്കുമ്പോഴാണ്, നമ്മിലുള്ള ദൈവത്തിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ നമ്മുടെ സകല മേഖലകളിലും മാറ്റമുണ്ടാകും. നമ്മുടെ സകല മേഖലകളിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ ലോകത്തിന്റെ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമായൊരു ജ്ഞാനമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ദൈവത്തോട് ചോദിക്കണമെന്ന് ബൈബിൾ പറയുന്നു. ജ്ഞാനം കുറവായിരിക്കുന്നവർ ദൈവത്തോട് ചോദിക്കണം. കുഞ്ഞുങ്ങളെ, ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, ഞാൻ ഈ വർഷത്തെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഓപ്പണിങ്ങിനും പോയി ഒരു പ്രയർ ഉണ്ടായിരുന്നു. ആ പ്രയറിൽ എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യമാണ് ഈ വർഷം ഞാൻ സ്കൂൾ ഓപ്പണിങ്ങിന് അവർക്ക് കൊടുത്തത്. എന്താണ്? ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സകലവും ഔദാര്യമായി തരുന്ന ദൈവത്തോട് യാചിക്കട്ടെ. മിണ്ടാതിരുന്ന കിട്ടത്തില്ല. അയ്യോ, എന്റെ ദൈവം എന്റെ സ്ഥിതി അറിയുന്നോ, എനിക്ക് ജ്ഞാനം കുറവാന്ന് ദൈവത്തിന് അറിയാലോ. ദൈവം തരും, പക്ഷേ ചോദിക്കുന്നവനെ ദൈവം തരത്തുള്ളൂ. ഈ IPC സഭ, ഇവിടുത്തെ ദൈവമക്കൾ ദൈവത്തോട് ചോദിക്കുന്നവരായി തീരണം. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണമെന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി ജ്ഞാനം കുറവായിരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് ദൈവം സൗജന്യമായി ജ്ഞാനം തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജ്ഞാനം ചോദിച്ചൊരു വ്യക്തിയുണ്ട് ബൈബിളിൽ, ശലോമോൻ. പിതാവ് തൻ്റെ ശക്തി കൊണ്ടും അറിവ് കൊണ്ടും അഭിഷേകം കൊണ്ടും രാജ്യം ഭരിച്ചപ്പോൾ ശലോമോനെ ലോകത്തിന് മനുഷ്യർ തള്ളിയിരുന്നതാണ്. ആർക്കും വേണ്ടാത്തവൻ എന്ന് വിളിച്ചിരുന്ന വ്യക്തിയാണ് ശലോമോൻ. അതിന്റെ പിന്നാമ്പുറം ചരിത്രം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ശലോമോനെ ആർക്കും വേണ്ടാത്തവനാണ്. പാപത്തിൽ ജനിച്ച സന്തതി എന്നാണ് അവൻ വിളിച്ചിരുന്നത്. യേശുവിനെ വിളിച്ചിട്ടുണ്ട് ജാരസന്തതി എന്ന് വിളിക്കുക. സ്തോത്രം. അങ്ങനെ ശലോമോൻ വളർന്നപ്പോൾ ശലോമോനെ ദൈവം കണ്ടു, ആരാക്കി? അടുത്ത രാജാവാക്കി മാറ്റി. ആ രാജാവിനെ ദൈവം ചോദിച്ചു, ശലോമോനെ, എൻ്റെ മകനെ, നിനക്ക് എന്താ വേണ്ടത്? ചോദിച്ചപ്പോൾ കൊടുക്കുന്ന മറുപടിയാണ് ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും. ദൈവത്തോട് എന്ത് ചോദിച്ചു ശലോമോൻ? ജ്ഞാനവും വിവേകവും ചോദിച്ചു. ദൈവം എന്തൊക്കെ കൊടുത്തെന്നറിയാമോ? ജ്ഞാനവും വിവേകവും ചോദിച്ചപ്പോൾ ദൈവം ധനവും മാനവും പുരാതന സമ്പത്തും കൊടുത്തു. ദൈവത്തോട് ജ്ഞാനം ചോദിച്ചതേ ഉള്ളൂ. വിവേകം ചോദിച്ചപ്പോൾ ദൈവം അതിലുപരിയായി ജ്ഞാനം മാത്രമില്ല, പണം കൊടുത്തു. പെരിപ്ലസ് ഓഫ് ദി എർത്തേറിയൻ സീ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ക്രിസ്തുവിന് മുമ്പുള്ള എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. കിട്ടുമെങ്കിൽ വാങ്ങി വായിക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ ഗൂഗിളിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ടു. ശലോമോൻ ബിസിനസ് ചെയ്യാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. എന്താ ബിസിനസ് എന്ന് അറിയാമോ? ആനക്കൊമ്പ്. ഇതിനോർത്ത് നിങ്ങളുടെ പുസ്തകമുണ്ട്. മയിൽ ബിസിനസ്സുകൾ ചെയ്തു, ഒട്ടകം ബിസിനസ്. അത്രയ്ക്ക് കോടികളാണ് ബിസിനസ് ചെയ്ത് ശലോമോന്റെ ധനം. ഒരു മനുഷ്യന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിലകളിൽ ധനത്തിന്റെ സമൃദ്ധി കൊടുത്തു. എവിടെന്നാ കിട്ടിയേ? ദൈവത്തിന്റെ ജ്ഞാനമാണ്. സ്വത്രം.
ദൈവത്തിന്റെ ജ്ഞാനം. അതാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്. മുമ്പേ എന്ത് പറയണം, എന്ത് ചെയ്യണം? അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും എന്നല്ല, ഇതൊക്കെയും സകലമൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഇതൊക്കെ എല്ലാം കിട്ടത്തില്ല, സകലവും കിട്ടത്തില്ല, ഇതൊക്കെയും കിട്ടുമെന്ന് പറഞ്ഞാൽ ആ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും വായിക്കണം. ഗിരിപ്രഭാഷണങ്ങളാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി ചുമല് കൊടുത്താൽ ചോദിക്കണം. നമ്മൾ വിചാരിക്കും കർത്താവ് നമ്മെല്ലാം അറിയുന്നുണ്ടല്ലോ, ഒന്നും ചോദിക്കണ്ട, മിണ്ടാതിരിക്കുന്നവന് ഒന്നും കിട്ടത്തില്ല. ഒരിക്കൽ പ്രവാചക ശിഷ്യന്മാർ പാർക്കുന്ന സ്ഥലം വളരെ ഇടുക്കമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, വേഗം നിർത്താം. വളരെ ഇടുക്കമുള്ള സ്ഥലമായിരുന്നു. എന്നാൽ അവർ എന്നാണ് ചോദിച്ചത് അതുവരെയും പ്രവാചകൻ മിണ്ടിയില്ല. എലിശ പ്രവാചകന്റെ ശിഷ്യന്മാരൊക്കെ ശരിയാണ്, അവർ അവിടെ ശുശ്രൂഷ എല്ലാം ചെയ്യുന്നു, തകർത്ത ശുശ്രൂഷ. പക്ഷേ അവർ അവിടെ അവർ ദൈവത്തോട് ചോദിച്ചില്ല. എന്നാൽ അവർ പാർക്കുന്ന ഇടം വളരെ ഇടുക്കമുള്ളതെന്ന് എന്നാണ് ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങിയത്, അന്ന് അവരുടെ അതിര് വിശാലമാക്കാൻ തുടങ്ങി. നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത, ആരും ആഗ്രഹിക്കാത്ത, വായിക്കാൻ കൂടുതൽ ഇഷ്ടം തോന്നാത്ത പുസ്തകങ്ങളിൽ ഒന്നാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. പെട്ടെന്ന് നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടത്തില്ല, കാരണം ചരിത്രവും പേരുകളും വംശാവലികളും പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഇടയിലും അതിര് വിശാലമാക്കിയ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കപ്പെടാത്ത, സ്വന്തം അമ്മ പോലും അവൻ ജനിച്ചതേ എനിക്ക് ദുഃഖമാണെന്ന് പറഞ്ഞ് ഒരുവൻ പിറന്നു. അവന്റെ പേരാണ് യബ്ബേസ്. അവൻ ചോദിച്ചു, എന്താണ് തന്റെ ദൈവത്തോട് ചോദിച്ചു, ഇസ്രായേലിന്റെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്റെ ആതിരുകളെ വിശാലമാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. സ്വത്രം. യബ്ബേസിന്റെ ചരിത്രം പഠിക്കുന്നത്, യബ്ബേസ് ജന്മന ബലഹീനനായിരുന്നു, നടക്കാൻ കഴിയാത്തവനെന്നാണ് ചരിത്രം പറയുന്നത്. വൈകല്യമുള്ള വ്യക്തിയാണ് യബ്ബേസ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. എഴുതുന്നവർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. അത് കാരണം അവിടെ ചരിത്രത്തിന്റെ ഇടയിലാണ് ഒരു വ്യക്തിയുടെ ചരിത്രം പറയുന്നത്. ഒരുപാട് ഹിസ്റ്ററി, രാജാക്കന്മാരുടെയും ശമൂവേൽ 2 പുസ്തകങ്ങളുടെയും ഉൾപ്പെടാത്ത കുറെ ചരിത്രമാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടത്തില്ല വായിക്കാൻ. എന്നാൽ ആ ചരിത്രത്തിന്റെ ഇടയിൽ ഒരു ചരിത്രം എഴുതി വെക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 55-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. 1 ദിനവൃത്താന്തം 2-ന്റെ 55 മാത്രം ഒന്ന് വായിച്ചാട്ടെ. മതി. അവിടെ വായിക്കുന്ന, യബ്ബേസിൽ പാർത്ത് വന്ന ശാസ്ത്രിമാരുടെ സ്തോത്രം ഒരു ചപ്പാണി ആയിരിക്കുന്ന എന്ന് വേണമെങ്കിൽ മലയാള ഭാഷ പറയാം. എന്താണ് കാരണം? അവന്റെ അമ്മ പ്രസവിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ ജനിച്ചതേ എനിക്ക് ദുഃഖം. ചിലർ പറയാറില്ല, അയ്യോ ഈ മകനെ കൊണ്ട് എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ, തലവേദനയാണ്. അവന്റെ അമ്മ അവനോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല. അവന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ. അതിന്റെ അർത്ഥം എന്താണ്? സഹോദരന്മാരുടെ മുമ്പിൽ മാന്യതയുള്ള നല്ല നടപ്പ് യബ്ബേസിനുണ്ട്. ആര് കണ്ടാലും മാന്യനാണ്, പക്ഷെ കൂടെ പ്രാർത്ഥിക്കാൻ സഹോദരന്മാർ വരത്തില്ല, അമ്മയില്ല. അമ്മ മാറി കുറ്റം പറയുള്ളൂ, അയ്യോ നീ തലവേദനായി പോയല്ലോ. അതുകൊണ്ടാണ് ദുഃഖപുത്രൻ എന്ന അർത്ഥമുള്ള യബ്ബേസ് എന്ന് പേരിട്ടത്. പക്ഷേ അമ്മ ദുഃഖപുത്രൻ എന്ന് പറഞ്ഞിട്ടും സഹോദരന്മാർ മാറി നിന്നിട്ടും മാറാത്ത ഒരുവൻ യബ്ബേസിന്റെ അടുക്കൽ വന്നു. വൈകല്യമുള്ള യബ്ബേസിന്റെ അടുക്കൽ യബ്ബേസ് ഡെയിലി പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ അതിര് വിശാലമാക്കണമേ, എൻ്റെ അതിര് വിശാലമാക്കണമേ, എൻ്റെ അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യബ്ബേസിന്റെ അതിര് വിശാലമാക്കിയപ്പോൾ ഇത്രയും ചരിത്രത്തിന്റെ ഇടയിൽ യബ്ബേസിൽ പാർത്ത് വന്ന ശാസ്ത്രിമാർ എഴുന്നേറ്റു. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിൽ ശാസ്ത്രജ്ഞന്മാർ എഴുന്നേറ്റെന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവൻ മറ്റുള്ളവർ വിധി എഴുതിയിരിക്കും. ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം, അമ്മയപ്പന്മാരായിരിക്കാം. ഒന്നും കൊടുക്കാതെ കൊണ്ടൊരു മൂലയ്ക്ക് തള്ളിയിട്ടാൽ, പഴയ നിയമത്തിൽ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു മെഫിബോശത്തുണ്ട്. മെഫിബോശത്ത് 5-ാമത്തെ വയസ്സിൽ ധാത്രി എടുത്തോണ്ട് ഓടിയപ്പോൾ ആ ധാത്രിയുടെ കയ്യിൽ നിന്ന് വീണ് വൈകല്യം ബാധിച്ചൊരു ശൗലിന്റെ കുടുംബത്തിൽ ഒരു മെഫിബോശത്ത് അവൻ കൊണ്ടിട്ടാൽ ഒരു സ്പ്രിങ് പോലെ കിടക്കും. ഒരു വൈകല്യമുള്ള മെഫിബോശത്തിനെ ആർക്കും വേണ്ടാതെ കൊണ്ടങ്ങ് തള്ളിയിരിക്കേണ്ട മൂലയിൽ. എന്നാൽ ശൗലിന്റെ കുടുംബത്തിൽ ദൈവം ഓർക്കുന്നൊരു കാലം വന്നപ്പോൾ, സ്വത്രം, കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നവന്റെ കുടുംബത്തെ ദൈവം ഓർക്കും.
ദൈവനാമത്തിന് വേണ്ടി ചുമല് കൊടുക്കുന്നവന്റെ കുടുംബത്തെ ദൈവം ഓർക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രൂശ് ചുമക്കാൻ വേണ്ടി അല്പസമയത്തേക്ക് ക്രൂശ് ചുമക്കാൻ വേണ്ടി വന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അല്പസമയത്തേക്ക് ചുമല് കൊടുക്കാൻ വന്നൊരു വ്യക്തിയാണ്. അല്പസമയത്തേക്ക് ചുമല് കൊടുക്കാൻ വന്നൊരു വ്യക്തി നമുക്കറിയാം ആരാണ്. കറുത്തവർഗക്കാരനായിരിക്കുന്ന ഷിമോൻ കുറേനക്കാരനാണ്. ആ ക്രൂശ് ചുമക്കാൻ സ്വന്തമായി വന്നതല്ല, യേശുവിന്റെ പങ്കപ്പാടുകൾ കണ്ട്. ഒരേ ഒരു യേശുവാണ്. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി കിടക്കുകയാണ്. യേശുവിന്റെ അങ്കി എത്രയായിട്ട് വിഭാഗിച്ചെന്നറിയാമോ? 4 അങ്കികളായി പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകളാണ് യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല 6 മണിക്കൂർ നേരം യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുകയാണ്. രാവിലെ 9 മണിക്ക് യേശുവിനെ ക്രൂശിൽ കയറ്റിയപ്പോൾ വൈകിട്ട് 3 മണി വരെ 6 മണിക്കൂർ നേരം യേശു ക്രൂശിൽ കിടന്നത് 7 മൊഴികളോടെ വെച്ച് പറയുകയുണ്ടായി. ഒരേ ഒരു യേശു കർത്താവാണ്. ആ യേശു ക്രിസ്തു ക്രൂശ് ചുമക്കുമ്പോൾ തകർന്ന് നുറുങ്ങിയ ശരീരങ്ങൾ, അവൻ ശരീരത്തിന്റെ മാംസ കഷണങ്ങൾ പറഞ്ഞു പോയപ്പോൾ വയലിൽ നിന്ന് കയറി വരുന്നൊരു ശീമോൻ കറുത്ത വർഗക്കാരനാണ്. കണ്ടാൽ ഒരു സൗന്ദര്യമില്ല, ഇഷ്ടപ്പെടത്തില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് അവൻ എന്ത് ചെയ്തത്? നിർബന്ധിച്ച് പറഞ്ഞു, ഈ യേശുവിന്റെ ക്രൂശ് നീ ചുമക്ക്. അവൻ മാറി ഓടിപ്പോയില്ല. ആ യേശുവിന്റെ ശരീരത്തിന്റെ ചോര വാർന്നൊഴുകുന്നു. മാംസ പടലങ്ങൾ അടന്നു പോയിട്ടുണ്ട്. മുൾക്കിരീടം വെച്ചിട്ടുണ്ട്. ആ യേശുവിന് വേണ്ടി അല്പസമയം ക്രൂശ് ചുമന്നപ്പോൾ ദൈവം അത് കണക്കിട്ടു. അവൻ കറുത്ത വർഗക്കാരനാണ്, കാണാൻ ഭംഗിയില്ലാത്തവനാണ്, നിന്നെ അവിടെ ആർക്കും വേണ്ട, ഒരു സ്ഥലത്തും നിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ലോകം പറഞ്ഞപ്പോൾ ഒരു അലക്സാണ്ടറും റൂഫസിനെയും ദൈവം ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ച്, നിനക്ക് കൊള്ളത്തില്ലെന്ന് വിദ്യാഭ്യാസമില്ല, കഴിവില്ലടാ, നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിട്ടാൽ നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർ മാറ്റിയിട്ടതിനെ ദൈവം ഇന്ന് ശ്രേഷ്ഠമായ ഒരു കല്ലിനോട് ചേർത്ത് പണിയുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. നിന്നെ കാണുന്ന, നിന്നെ ഓർക്കുന്ന, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർ മറന്നു പോകും, മാതാപിതാക്കൾ മറക്കും, കൂട്ടുകാർ മറന്നാലും മറക്കാത്തൊരു യേശുണ്ട്. ഇന്ന് രാത്രിയിൽ ആ യേശു നമ്മെ മറക്കുകയില്ല, മാറുകയില്ല. ആ യേശു നമ്മെ കൈപിടിക്കുകയാണ്. ആർക്കും വേണ്ടാത്തവൻ എന്ന് പറഞ്ഞാണ് ഉപേക്ഷിച്ച് കളയുന്നത്. ആർക്കും വേണ്ടാത്തവൻ എന്ന് പറഞ്ഞാണ് മനുഷ്യർ തള്ളിക്കളഞ്ഞതെന്ന് നാം പത്രോസിന്റെ ലേഖനത്തിൽ ആദ്യം വായിച്ചത്. എല്ലാവരും തള്ളിക്കളയുന്നത് പുറമേയുള്ളത് നോക്കിയിട്ടാണ്. ഈ ശിമോൻ അത് ചുമന്നപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് പൗലോസ് പറയുന്നത്, എനിക്ക് വിശേഷപ്പെട്ട ഒരു അമ്മയുണ്ടായിരുന്നോ എന്ന് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ വന്ദനം ചൊല്ലുകയാണ്. എല്ലാവർക്കും സ്തോത്രം. എല്ലാവർക്കും വന്ദനം ചൊല്ലുമ്പോൾ കുറേനക്കാരനായ ശിമോന്റെ ഭാര്യയെ, അവൻ അലക്സാണ്ടറിന്റെ റൂഫസിന്റെ അമ്മയായ എൻ്റെ അമ്മയെന്ന് പൗലോസ് പറയാൻ മടിക്കാത്തതിന്റെ കാരണം ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം കൊണ്ടുവന്നത്. ദൈവം കൊണ്ടുവരും. സ്തോത്രം. ഈ സഭയിൽ ദൈവത്തിന്റെ ദൂത് വ്യക്തമായി പറയുകയാണ്, ചിലരെ ദൈവം ശ്രേഷ്ഠരാക്കാൻ പോകുകയാണ്. ചിലരെ ദൈവം കർത്താവിന് വേണ്ടി ചുമല് കൊടുക്കാൻ നിൽക്കുന്ന വ്യക്തികളെ ദൈവം ശ്രേഷ്ഠനാക്കും. ദൈവം സഭയിൽ നിന്ന് ചിലരെ ശ്രേഷ്ഠമായി കൊണ്ടുവരിക, ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരുന്ന ചില വ്യക്തികളെ ദൈവം, ഒരു കുറേനക്കാരനായ ശിമോൻ, അവന്റെ ചുമല് കൊടുത്തപ്പോൾ ദൈവം ഏറ്റവും ഉയർത്തി അവന്റെ തലമുറകളെയാണ്. സ്വത്രം. ദൈവം നോക്കുന്നത് പുറമേയുള്ള കഴിവോ മിടുക്കോ ഒന്നുമല്ല, വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പത്രോസിന് എന്താ വിദ്യാഭ്യാസം? പഠിപ്പില്ലാത്തവനാണ് പത്രോസിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും ബിരുദം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ബിരുദം മക്കളെ? പഠിപ്പില്ലാത്തവരാണ് ബിരുദം. പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സർട്ടിഫിക്കറ്റ്. എന്തുകൊണ്ട്? അയ്യോ പഠിക്കണ്ട അല്ലേ, ഏറ്റവും വളർന്നു വരാൻ പഠിക്കേണ്ടെന്നല്ല, മാക്സിമം ഡു ദ മാക്സിമം പഠിക്കണം. ദൈവം തരുന്ന കഴിവ് മാക്സിമം ഉപയോഗിക്കണം. സ്തോത്രം. ഉന്നതമായ ശ്രേണിയിലെത്താൻ വളരെ കഠിനമായി അധ്വാനിക്കണം. ഉറക്കം കുറഞ്ഞാൽ ഉയർച്ച കൂടും. ഉറക്കം കുറഞ്ഞാൽ കഠിനമായി പഠിക്കണം, ഉന്നതമായ ഉയർച്ചയിലെത്താൻ പറ്റും. പഠിക്കേണ്ട സമയത്ത് പഠിച്ചാലേ ഉയരേണ്ട സമയത്ത് ഉയരാൻ പറ്റത്തുള്ളൂ. പഠിക്കേണ്ട സമയത്ത് ഉറങ്ങിയാൽ ഉയരേണ്ട സമയത്ത് പിന്നെയും നമ്മൾ താഴോട്ടേ പോകത്തുള്ളൂ. ഉയരണമെങ്കിൽ, വളരണമെങ്കിൽ കഠിനമായി പ്രയത്നിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പഠനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതല്ല നമ്മെ ഉയർത്തുന്നത്. സ്തോത്രം. കർത്താവിന് വേണ്ടി ചുമല് കൊടുത്ത ഒരു നെഹമ്യ ഉണ്ടായിരുന്നപ്പോൾ
നെഹമ്യാവിന്റെ ചരിത്രം തീർന്നില്ല. ഹഗർലിയാവിന്റെ ചരിത്രം തൊട്ട് നെഹമ്യാവിന്റെ ചരിത്രം തുടങ്ങി. നെഹമ്യാവിന്റെ അവൻ വംശാവലിയുടെ പഠിക്കുമ്പോൾ വളരെയധികം ഉയർന്ന നിലയിലെത്തി. ആലയത്തിന്റെ സ്തുതികൾ പിന്നീട് മാറ്റി. സൻബല്ലത്തും തോബിയാവും ആലയത്തിനകത്ത് അറകളുണ്ട്. അതല്ലേ നമ്മൾ പറയുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ കയറണം, എവിടെ കയറണം? അറ. എവിടെ അറ ഉണ്ട്. പഴയ നിയമ ആലയങ്ങൾക്കകത്ത് അറയുണ്ട്. സൻബല്ലത്തും തോബിയാവും പറഞ്ഞു നെഹമ്യാവിന്റെ അവൻ പ്രാർത്ഥന സമയങ്ങളിൽ അതിന്റെ അവസ്ഥ. നിങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. തോബിയാവ് പറഞ്ഞു ഇത് എന്റെ അറയാണ്. തോബിയാവിന്റെ വീട്ടു സാധനങ്ങൾ എവിടെ കൊണ്ടിടുമെന്ന് അറിയാമോ? നിങ്ങൾ വായിക്കണേ, നിങ്ങൾ ഇവിടെ വെച്ച് വായിക്കണ്ട. വീട്ടിൽ പോയിട്ട് നെഹമ്യാവിന്റെ പുസ്തകം അവസാനത്തെ അധ്യായം വായിക്കണം. ശത്രുവായിരിക്കുന്ന തോബിയാവ് അവന്റെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് ദൈവാലയത്തിന്റെ അറയ്ക്കകത്ത് കൊണ്ട് വയ്ക്കുമായിരുന്നു. ഇത് ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? സ്വത്രം സ്വത്രം എല്ലാം എടുത്തോണ്ട് പോകേണ്ടി വന്നു. അവനൊന്നും ചെയ്യണ്ട. ദൈവം അവൻ വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം കൂടെ എൻ്റെ അറ. ഇത് ദൈവാലയത്തിൽ ഒരുപാട് ഇതുപോലത്തെ ആലയമല്ല, ഓരോ അറകൾ വെച്ചിട്ടാണ്. പ്രാർത്ഥനയ്ക്ക് അറയുണ്ട്. 13 പെട്ടികൾ വെച്ചിരിക്കും. നമ്മളിടുന്ന ഓഫറിംഗ് ബോക്സ് ഒറ്റ ഓഫറിംഗ് ബോക്സ് അല്ലേ? യെരൂശലേം ദൈവാലയത്തിൽ 13 ബോക്സ് ഉണ്ട്. അതിനെല്ലാം ഓരോ കാരണം, അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇവിടെ അവരുടെ ചരിത്രത്തിൽ കർത്താവിന് വേണ്ടി ചുമല് കൊടുത്തപ്പോൾ നെഹമ്യ ഒന്നും ചെയ്യേണ്ട. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. സ്വത്രം. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. അതിനൊരു സംശയം വേണ്ട. കർത്താവിന് വേണ്ടി അല്പസമയം കർത്താവിന് വേണ്ടി ചുമതല കൊടുത്തപ്പോൾ ഒരു കുറേനക്കാരനായ ശീമോനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അല്പസമയത്തേക്ക് പ്രതിസന്ധി ഉണ്ടായാൽ ദൈവസഭ ഒന്നോർക്കണം, ഒരു കപ്പൽ മുങ്ങി താഴുന്നത് പോലെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ ഇന്ന് സഭയ്ക്കകത്തുണ്ട്. ദൈവസഭയിൽ ചിലർ പറയുന്നു ഒരു കപ്പൽ മുങ്ങി താണത് പോലെ എല്ലാം മുങ്ങി താണു, ഇനി ഒരിക്കലും ഉയരത്തില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ ദൈവസഭയ്ക്കകത്തുണ്ട്. അവരോട് ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, എല്ലാം തീർന്നു പോയിട്ടില്ല. അവൻ ഒരു ശുഭ പ്രതീക്ഷ, ഒരു ശുഭ തുറമുഖത്ത് ദൈവം എത്തിക്കും. യെസ്, പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാം തീർന്നു പോയി, എല്ലാം തീർന്നു പോയി. ഈ കപ്പൽ മുങ്ങിത്താന്നു, ചരക്ക് സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ടു. ഇനി ഞങ്ങൾ രക്ഷപ്പെടത്തില്ല, എൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, ഈ കടലിൽ ഞങ്ങൾ മുങ്ങി മരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ഇല്ല, നിന്റെ കുടുംബം നശിക്കത്തില്ല, ഈ കപ്പൽ മുങ്ങി താഴത്തില്ല, ഒരു ശുഭ തുറമുഖം കാണുകയാണ്. യെസ്, ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എല്ലാ കണ്ണുകളെ അടച്ച ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് ദൈവസന്നിധിയിലിട്ടെങ്കിൽ ഒരു ജീവനുള്ള കല്ലാക്കി ദൈവം തീർക്കട്ടെ, ഒരു ജീവനുള്ള കല്ലാക്കി ദൈവം പണിയട്ടെ. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. യേശുവിൽ വിശ്വസിക്കുന്ന